ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളെന്താ പഠിച്ചത്, എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെ കുഞ്ഞുങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നത്, പിന്നെ ഷോപ്പ് കീപ്പർ സാധനം മേടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്താ? ഇന്നത്തെ ടോപ്പിക് കൺവേഴ്സേഷൻ വിത്ത് ചൈൽഡ് ആഫ്റ്റർ സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടിയോട് നമ്മൾ നിർബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. അത് നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമല്ല, ഇത് വളരെ ലൈഫിൽ തന്നെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമുക്ക് രണ്ട് ഗുണങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഒപ്പം തന്നെ കുഞ്ഞുങ്ങളോട് നമുക്ക് എന്തൊക്കെ പറയാം എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ചോദിക്കാം, സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളോട് എന്തൊക്കെ ചോദിക്കണം, തീർച്ചയായും ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ നമ്മൾ ചോദിക്കേണ്ടത് എന്താ? ഹൗ വാസ് ദ ഡേ? ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം നമ്മൾ ചോദിക്കില്ലേ? അതിന് വരെ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? ഹൗ വാസ് ദ ഡേ. ഇനി നോക്കൂ, അപ്പം ആൻസർ എന്താ? ഇറ്റ് വാസ് ഫൈൻ, അല്ലെ ഇറ്റ് വാസ് ഹെക്ടിക് എന്നെന്തെങ്കിലും പറയാം. ഇറ്റ് വാസ് ഫൈൻ മോം, നമുക്കിപ്പം ഇറ്റ് വാസ് ഫൈൻ മോം എന്ന് പറയാം. പിന്നെ ലെറ്റ് മീ ടേക്ക് ടീ. അപ്പം വന്നോണ്ടേ ഇറ്റ് വാസ് ഫൈൻ മോം എന്ന് പറഞ്ഞോണ്ടേ അമ്മ എന്ത് പറയും? ഞാൻ ചായ എടുക്കട്ടെ എന്ന് പറയും അല്ലേ. ഞാൻ ചായ എടുക്കട്ടെ. ഐ പ്രിഫർ ജ്യൂസ് മോം. അപ്പോൾ എന്താ പറഞ്ഞു? എനിക്ക് ജ്യൂസ് മതിയെന്ന്, ചായ വേണ്ട, ജ്യൂസ് മതിയെന്ന്. അപ്പം മറുപടി എന്താ അമ്മ പറയുന്നത്? ഓക്കെ, വെയിറ്റ് ഫോർ സം ടൈം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? വെയിറ്റ് ഫോർ സം ടൈം. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തോ, ഞാൻ നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാം എന്നാണ് അതിനർത്ഥം. ഓക്കെ മാം, നോ പ്രോബ്ലം. ഓക്കെ, അത് കുഴപ്പമില്ല എന്ന്. അപ്പോൾ അതിനെന്താ പറയണ്ടേ? ഓക്കെ മോം, നോ പ്രോബ്ലം. ഓക്കെ, ഡിഡ് യു ഫിനിഷ് യുവർ ലഞ്ച്? എന്നിട്ട് ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് കുഞ്ഞിനോട് ചോദിക്കേണ്ട കാര്യം, കുഞ്ഞിനോട് നമ്മൾ എന്താണേലും നമ്മൾ സംസാരിക്കണം, കാര്യങ്ങളൊക്കെ ചോദിക്കണം, എന്തൊക്കെയാണ് സ്കൂളിൽ നടന്നത് എല്ലാം അറിയണം. മെയിനായിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഡിഡ് യു ഫിനിഷ് യുവർ ലഞ്ച്? ലഞ്ച് കഴിച്ചോ? ലഞ്ച് തീർത്തും കഴിച്ചോ എന്നായി ചോദിക്കുന്നത്. ഡിഡ് യു ഫിനിഷ് യുവർ ലഞ്ച്? അപ്പം നോ മോം, ഐ ത്രൂ എ ലിറ്റിൽ. നോ മോം, ഐ ത്രൂ എ ലിറ്റിൽ. ഞാൻ കുറച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ? ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. അത് നല്ലതല്ല, അത് നല്ല ശീലമല്ല എന്ന് പറയുവാണ്. അത് നല്ലതല്ല എന്നല്ല, ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. നോക്കൂ, ഐ വാസ് നോട്ട് ഏബിൾ ടു ഈറ്റ് മോം. എനിക്ക് മൊത്തം കഴിക്കാൻ പറ്റിയില്ല എന്നാണ്, എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഐ വാസ് നോട്ട് ഏബിൾ ടു ഈറ്റ് മോം. ഇപ്പം ഐ വാസ് നോട്ട് ഏബിൾ ടു സ്വിം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിവിടെ ഈറ്റ് മാറ്റി കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു വെർബ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മൊത്തത്തിൽ അർത്ഥം മാറി കിട്ടും. ഐ വാസ് നോട്ട് ഏബിൾ ടു സ്വിം എന്ന് പറഞ്ഞാൽ എനിക്ക് നീന്താൻ കഴിഞ്ഞില്ല അല്ലേ. നോക്കൂ, ഓക്കെ, നോ പ്രോബ്ലം. ഡിഡ് യു ഡ്രിങ്ക് ദ വാട്ടർ? പിന്നെ എന്താ? വെള്ളം കുടിച്ചോ നമ്മൾ ചോദിക്കണം അല്ലേ. ഡിഡ് യു ഡ്രിങ്ക് ദ വാട്ടർ? വെള്ളം കുടിച്ചോ? ഡിഡ് യു ഡ്രിങ്ക് ദ വാട്ടർ? യെസ് ഐ ഡ്രാങ്ക്. യെസ് ഐ ഡ്രാങ്ക് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചോ. ഡിഡ് യു ഡ്രിങ്ക് ദ വാട്ടർ എന്ന് ചോദിച്ചാൽ വെള്ളം കുടിച്ചോ. ഡിഡ് യു ഡ്രിങ്ക് ദ മിൽക്ക് എന്ന് ചോദിച്ചാൽ പാല് കുടിച്ചോ അല്ലേ. ഡിഡ് യു ഈറ്റ് ആപ്പിൾ കഴിച്ചോ എന്നൊക്കെ ചോദിക്കാം. അപ്പം യെസ് ഐ ഡ്രാങ്ക് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, ടെൽ മീ അബൌട്ട് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ഒന്ന് പറയാമോ? നിൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചൊന്ന് പറയാമോ എന്ന് പറയുവാണ്. അപ്പം മോം, രോഹൻ ആൻഡ് രാഹുൽ ഫോട്ട് ഈച്ച് അതർ. എന്തിനാണ് നമ്മൾ ഈ ചോദിക്കുന്നത്? ഫ്രണ്ട്സിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മളോട് പറയും അല്ലേ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുഞ്ഞിനെ ഉപദേശിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ചോദിക്കണം. ടെൽ മീ അബൌട്ട് യുവർ ഫ്രണ്ട്സ്. നിൻ്റെ കൂട്ടുകാരെ കുറിച്ചൊക്കെ ഒന്ന് പറയുമെന്ന്. അപ്പം മോം, രോഹൻ ആൻഡ് രാഹുൽ ഫോട്ട് ഈച്ച് അതർ. രണ്ടുപേരും വഴക്കുണ്ടാക്കിയെന്നാണ് പറയുന്നത്. രോഹൻ ആൻഡ് രാഹുൽ ഫോട്ട് ഈച്ച് അതർ. പരസ്പരം, ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം വഴക്കുണ്ടാക്കി. അപ്പം വാട്ട് ഹാപ്പൻ ദെൻ? അതിനുശേഷം എന്തുണ്ടായിരുന്നു അല്ലേ. എന്തുണ്ടായി? അപ്പം എന്തിനാ നമ്മൾ അറിയുന്ന? വല്ല പരിക്കും പറ്റുമോ എന്തോ അറിയാൻ പറ്റുന്ന വാട്ട് ഹാപ്പൻ ദെൻ. വാട്ട് ഹാപ്പൻ ദെൻ, അതിന് ശേഷം എന്തുണ്ടായെന്ന്. ടീച്ചർ പനിഷ്ഡ് ബോത്ത് ഓഫ് ദം. രണ്ടുപേരെയും ടീച്ചർ എന്ത് ചെയ്തു? പനിഷ് ചെയ്തു. ടീച്ചർ പനിഷ്ഡ് ബോത്ത് ഓഫ് ദം. ടീച്ചർ പനിഷ്ഡ് ബോത്ത് ഓഫ് ദം. മനസ്സിലായല്ലോ? ഇനി ഡോണ്ട് മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് കോറൽസം ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? അടിവെച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ മക്കൾക്ക്? ഡോണ്ട് മേക്ക് ഫ്രണ്ട്ഷിപ്സ് വിത്ത്
കോറൽസം ചിൽഡ്രൻ. കോറൽസം എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്ന പിള്ളേരുമായിട്ട് കൂട്ടുകൂടരുതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഡോണ്ട് മേക്ക് ഫ്രണ്ട്ഷിപ്സ് വിത്ത് കോറൽസം ചിൽഡ്രൻ. വഴക്കുണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്യരുത്? കൂട്ടുകൂടരുത്. ഐ ഡോണ്ട് മോം, ഞാൻ കൂട്ടുകൂടാറില്ല. ഐ ഡോണ്ട് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? ഐ ഡോണ്ട് മോം എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടുകൂടാറില്ല എന്നാണ് അതിനർത്ഥം. ഓൾവേസ് മേക്ക് ഫ്രണ്ട്ഷിപ്സ് വിത്ത് ഗുഡ് ചിൽഡ്രൻ. എല്ലായ്പ്പോഴും നല്ല കുട്ടികളുമായിട്ട് വേണം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കൂട്ടുകൂടേണ്ടതെന്ന്. ഓൾവേസ് മേക്ക് ഫ്രണ്ട്ഷിപ്സ് വിത്ത് ഗുഡ് ചിൽഡ്രൻ. ഓൾവേസ് മേക്ക് ഫ്രണ്ട്ഷിപ്സ് വിത്ത് ഗുഡ് ചിൽഡ്രൻ. മനസ്സിലായല്ലോ? അപ്പം യെസ് മോം. ഇനി ഡു യു കോറൽ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പം വഴക്കുണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മളും ചോദിക്കണ്ടേ, നീ വഴക്കുണ്ടാക്കാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ല. നീ വഴക്കുണ്ടാക്കാറുണ്ടോ? ഡു യു കോറൽ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഡു യു കോറൽ വിത്ത് യുവർ ഫ്രണ്ട്സ്? നോ മോം, നോ. ഗുഡ്. വാട്ട് വാസ് ടോട്ട് ടുഡേ. എന്നിട്ട് നമ്മൾ എന്താ പറയണം? ഇന്നെന്താണ് പഠിപ്പിച്ചത് നമ്മൾ അറിയാൻ വേണ്ടി ചോദിക്കണം. വാട്ട് വാസ് ടോട്ട് ടുഡേ. ഇന്നെന്താണ് പഠിപ്പിച്ചത്? വാട്ട് വാസ് ടോട്ട് ടുഡേ. നത്തിങ് സ്പെഷ്യൽ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ചില്ല, എന്നും പഠിപ്പിക്കും പോലെ എന്നുള്ള അർത്ഥത്തിലാണ് നത്തിങ് സ്പെഷ്യൽ. നത്തിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്നും ഉള്ളതുപോലെ തന്നെ, പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചില്ല എന്നാണ് അർത്ഥം. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ. അപ്പം നമ്മൾ എന്ത് ചോദിക്കാം? ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ. ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ? അപ്പം മൈ ഫേവറേറ്റ് ടീച്ചർ ഈസ്, ഏതെങ്കിലും ടീച്ചറിൻ്റെ പേര് പറയാം. രാമു എന്നോ രാജു എന്നോ ജ്യോതി ടീച്ചർ എന്നോ എന്ത് വേണോ പറയാം. മനസ്സിലായല്ലോ? ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ. മൈ ഫേവറേറ്റ് ടീച്ചർ ഈസ് ശോഭന ടീച്ചർ, അല്ലെങ്കിൽ തോമസ് സാർ. ആര് വേണമെങ്കിലും പറയാം. പിന്നെ നമുക്കൊരു ഇതുണ്ട്, മലയാളിക്ക് ഒരു പ്രശ്നമുണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ആണാണേലും സ്ത്രീ ആണേലും പുരുഷനാണേലും നമ്മൾ ടീച്ചർ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ പുരുഷനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹീ എന്ന് പറയും, സ്ത്രീ ആണെന്ന് കണ്ടാൽ ഷീ എന്ന് പറയും. അത്രേ ഉള്ളൂ. ടീച്ചർ എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയുമാണ്. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം എന്താ പറയുന്നത്? നമ്മൾ പുരുഷന്മാർക്ക് സാറും സ്ത്രീകൾക്ക് ടീച്ചർ എന്ന് വിളിക്കുന്നതുകൊണ്ട് നമ്മൾ ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആൾ ആരാണേലും, പുരുഷനാണേലും സ്ത്രീ ആണേലും നമുക്ക് ടീച്ചർ എന്ന് പറയാൻ പറ്റും. മൈ ഫേവറേറ്റ് ടീച്ചർ ഈസ് തോമസ് സാർ, അല്ലെങ്കിൽ മൈ ഫേവറേറ്റ് ടീച്ചർ ഈസ് ശോഭന ടീച്ചർ എന്നോ എന്ത് വേണോ പറയാം. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് യുവർ മാത്തമാറ്റിക്സ് ടീച്ചർ, റൈറ്റ്? അതിൻ്റെ മാത്തമാറ്റിക്സ് ടീച്ചർ അല്ലേ? ആ ടീച്ചർ അല്ലേ എന്ന്, റൈറ്റ്? ശരിയല്ലേ എന്ന്, അല്ലേ? ദാറ്റ് ഈസ് യുവർ മാത്തമാറ്റിക്സ് ടീച്ചർ, റൈറ്റ്? ശരിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. യെസ് മോം, ഷീ ടീച്ചേഴ്സ് ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. ഞാൻ പറഞ്ഞല്ലോ, ശോഭന ടീച്ചർ എന്ന് പറഞ്ഞാൽ ഷീ ടീച്ചേഴ്സ്, തോമസ് സാർ എന്ന് പറഞ്ഞാണ് ഹീ ടീച്ചേഴ്സ് എന്ന് വരും. മനസ്സിലായോ? അതായത് അവിടെ ആരുടെ പേരാണോ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. പുരുഷനാണെങ്കിൽ ഷീയും, സ്ത്രീയാണെങ്കിൽ പുരുഷനാണെങ്കിൽ ഹീയും, സ്ത്രീയാണെങ്കിൽ ഷീയും പറയണം. മനസ്സിലായല്ലോ? യെസ് മോം, ഷീ ടീച്ചേഴ്സ് ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. അവർ നമ്മുടെ ഇംഗ്ലീഷും മാത്തമാറ്റിക്സും അവർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നോക്കൂ, അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താ അവർ ഇത്ര സ്പെഷ്യൽ ആവാൻ കാരണം? എന്താ നിനക്ക് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം? അപ്പോൾ അതിനെന്താ ചോദിക്കണ്ടേ? വൈ ഈസ് ഷീ സോ സ്പെഷ്യൽ. വൈ ഈസ് ഷീ സോ സ്പെഷ്യൽ. മനസ്സിലായല്ലോ? അപ്പം ഷീ ഈസ് വെരി ലവിങ് ആൻഡ് കെയറിങ്. അവരെന്താണ് വളരെ സ്നേഹവും കെയറിങ്ങും തരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നമുക്ക് സ്പെഷ്യൽ. ഷീ ഈസ് വെരി ലവിങ് ആൻഡ് കെയറിങ്. ദാറ്റ് ഈസ് ഗുഡ്. ഡു യു ഹെയ്റ്റ് എനി ടീച്ചേഴ്സ്. അപ്പം അത് നല്ലതാണ്. നീ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ? ഏതെങ്കിലും ടീച്ചേഴ്സിനെ വെറുക്കുന്നുണ്ടോ? യെസ് മോം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കണം, എന്താ കാര്യം എന്നൊക്കെ അറിയണ്ടേ? ഹൂ ഈസ് ദാറ്റ്. അപ്പോൾ ആരാണെന്ന് അറിയണം. ഹൂ ഈസ് ദാറ്റ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ എന്നും റെഗുലറായിട്ട് ചോദിക്കണം കാര്യങ്ങൾ, എങ്കിലേ നമുക്ക് സ്കൂളിലെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? ഹൂ ഈസ് ദാറ്റ്, അത് ആരാണെന്ന്. അപ്പം എന്താ പറഞ്ഞു? സയൻസ് ടീച്ചർ. ഉണ്ടോ? ഇവിടെയും സയൻസ് ടീച്ചർ എന്നാണ് പറഞ്ഞത്, സയൻസ് സാറെന്ന് നമ്മൾ പറയില്ല ഇംഗ്ലീഷിൽ. ഇപ്പം ഇവിടെ ഞാൻ ഹി എന്നാണ് താഴെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ മലയാളിയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് സാറെന്നും സ്ത്രീകൾക്ക് ടീച്ചറെന്നും, ടോട്ടലി നമ്മൾ ടീച്ചർ എന്ന് തന്നെയാണ് പറയുന്നത്, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. അതൊന്ന് ഓർത്തിരിക്കണം. മനസ്സിലായല്ലോ? അതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒരിക്കൽ പറഞ്ഞു, എന്നാലും ഓർക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പം സയൻസ് ടീച്ചർ. അപ്പം വൈ ഡു യു ഹേറ്റ് ഹിം. അപ്പം നമ്മൾ ചോദിക്കണ്ടേ, എന്തിനാണ് നീ അദ്ദേഹത്തെ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് നീ അദ്ദേഹത്തെ വെറുക്കുന്നത്? ഹി പനിഷസ് അസ്. ഞങ്ങളെ പനിഷ് ചെയ്യും, അദ്ദേഹം ശിക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വെറുക്കുന്നത്. ഹി പനിഷസ് അസ്.
മനസ്സിലായല്ലോ. ഇനി ഹീസ് പണിഷിങ് ഫോർ യുവർ ബെനിഫിറ്റ്. അപ്പം നമ്മളെന്ത് പറഞ്ഞു കൊടുക്കണം? നമ്മൾ പറയുന്നത് അങ്ങനെ അത്രയ്ക്കായോ, അങ്ങനെയൊന്നും പറയില്ല. നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പണിഷ് ചെയ്യുന്നതെന്ന് പറയണം. ഹീസ് പണിഷിങ് ഫോർ യുവർ ബെനിഫിറ്റ്. പക്ഷെ അങ്ങനെ തന്നെ വിടരുത്. എല്ലാവരും നല്ലതിനല്ല. ചിലർക്ക് ദേഷ്യം വന്നിട്ടാണെങ്കിലും തല്ലാം, ചിലർക്ക് ഇഷ്ടപ്പെടാതെ തല്ലാം. അങ്ങനെ അത് നമ്മളും നോക്കണം. ഓക്കെ, അത് നമ്മൾ ചോദിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഹീസ് പണിഷിങ് ഫോർ യുവർ ബെനിഫിറ്റ്. അപ്പോൾ കുഞ്ഞെന്ന് ചോദിക്കും, വാട്ട് ബെനിഫിറ്റ്സ് മോ? എന്ത് ബെനിഫിറ്റ് ആണുള്ളത് പണിഷ്മെൻറ്റ് ചെയ്താൽ? അല്ലേ, എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? അപ്പം ടെൽ മീ വൈ ഡസ് ഹി യൂഷ്വലി പണിഷ് സ്റ്റുഡൻസ്. ആദ്യം തന്നെ നമ്മൾ അത്രയ്ക്കായെന്നൊന്നും ചോദിക്കില്ല, ഇങ്ങനെ ഫ്ലോയിൽ ചോദിച്ചു വരും. അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ അറിയുള്ളൂ. മനസ്സിലായില്ലേ? ടെൽ മീ വൈ ഡസ് ഹി യൂഷ്വലി പണിഷ് സ്റ്റുഡൻസ്. വൈ ഡസ് ഹി യൂഷ്വലി പണിഷ് സ്റ്റുഡൻസ്. എന്തിനാണ് അദ്ദേഹം പണിഷ് ചെയ്യുന്നത്? മനസ്സിലായല്ലോ. ഹി പണിഷസ് ഫോർ ഫൈറ്റിംഗ്, നോട്ട് ഡൂയിങ് ഹോംവർക്ക്, സ്പീക്കിംഗ് ഇൻ ദ ക്ലാസ് റൂം എറ്റ്സെട്ര. അദ്ദേഹം പണിഷ് ചെയ്യുന്നത്, ഇവിടെ കണ്ടോ ടീച്ചർ എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ പുരുഷനാണ്. ഹി പണിഷസ് ഫോർ ഫൈറ്റിംഗ്. ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നതിന്. നോട്ട് ഡൂയിങ് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ പണിഷ് ചെയ്യും. സ്പീക്കിംഗ് ഇൻ ദ ക്ലാസ് റൂം. അപ്പം ഇത് ഇത്രയും തെറ്റാണല്ലേ. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ എന്തായാലും പണിഷ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മറുപടി കൊടുക്കാം. യു മസ്റ്റ് ബി പണിഷ്ഡ് ബിക്കോസ് ദീസ് ആർ റോങ്. അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. യു മസ്റ്റ് ബി പണിഷ്ഡ് ബിക്കോസ് ദീസ് ആർ റോങ്. ഇത് തെറ്റായതുകൊണ്ട് എന്തായാലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ പറയണം. മനസ്സിലായല്ലോ. പിന്നെ ദ ഇംഗ്ലീഷ് ടീച്ചർ ഡസ് നോട്ട് പണിഷസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ? ഉടനെ മറുപടി പറയാണ്, ഇംഗ്ലീഷ് ടീച്ചർ ഡസ് നോട്ട് പണിഷസ്. ഇംഗ്ലീഷ് ടീച്ചർ ഞങ്ങളെ ശിക്ഷിക്കില്ല എന്ന് പറയുവാണ്. അപ്പോൾ എവരിബഡി ഹാസ് ദെയർ ഓൺ വേ ഓഫ് ടീച്ചിങ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? എവരിബഡി ഹാസ് ദെയർ ഓൺ വേ ഓഫ് ടീച്ചിങ്. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലേ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്. ചിലർ പനിഷ് ചെയ്യും, ചിലർ സ്നേഹത്തോടെ പറയും. അത് ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷേ അത് നമ്മൾ പേഴ്സണലാവാൻ പാടില്ല. ഇപ്പം ടീച്ചർ സ്റ്റുഡൻ്റ് എന്നുള്ള ഇതിലാണെങ്കിൽ കുഴപ്പമില്ല. അല്ല പേഴ്സണലി അടിക്കുവാണ് എങ്കിലൊക്കെ നമ്മൾ പോയി ചോദിക്കുക തന്നെ വേണം. മനസ്സിലായല്ലോ. ഇനി അപ്പം ഈസ് ഇറ്റ് സോ, അങ്ങനെയാണോ? ഈസ് ഇറ്റ് സോ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയാണോ? ഈസ് ഇറ്റ് സോ? യെസ്. ഇഫ് ഹി പണിഷസ് യു വിത്തൗട്ട് എനി റീസൺ ഫീൽ ഫ്രീ ടു ടെൽ മീ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ പറയണം. അദ്ദേഹം നിങ്ങളെ എന്തെങ്കിലും ഒരു തെറ്റും കാണിക്കാതെ ശിക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നീ എന്നോട് പറയാൻ മടിക്കരുത്. ഫീൽ ഫ്രീ ടു ടെൽ മീ എന്ന് പറഞ്ഞാൽ എന്നോട് പറയാൻ മടിക്കരുതെന്നാണ്. ഇഫ് ഹി പണിഷസ് യു വിത്തൗട്ട് എനി റീസൺ ഫീൽ ഫ്രീ ടു ടെൽ മീ. ഇഫ് ഹി പണിഷസ് യു വിത്തൗട്ട് എനി റീസൺ ഫീൽ ഫ്രീ ടു ടെൽ മീ. മനസ്സിലായല്ലോ. യെസ്. അതിൻ്റെ അർത്ഥം എന്താ? ഇൻ കേസ് ഒരു റീസണും ഇല്ലാതെയാണ് പണിഷ് ചെയ്യുന്നതെങ്കിൽ മടി കൂടാതെ എന്നോട് പറയണം. അത് നമ്മൾ പറയണം. മനസ്സിലായല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം യെസ് നോ. ഓൾവേസ് റിമെമ്പർ വൺ തിങ്. എല്ലായ്പ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം. ഉടനെ വാട്ട് ഈസ് ദാറ്റ് മോ? അതെന്താണ് അല്ലേ? അതെന്താണ് മോ? യു ഓട്ട് ടു റെസ്പെക്ട് ആൻഡ് ഒബേ യുവർ ടീച്ചേഴ്സ്. യു ഓട്ട് ടു റെസ്പെക്ട് ആൻഡ് ഒബേ യുവർ ടീച്ചേഴ്സ്. നീ ടീച്ചേഴ്സിനെ ബഹുമാനിക്കാനും അനുസരിക്കാനും കടമപ്പെട്ടിട്ടുണ്ട്. ഓട്ട് ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കടമപ്പെട്ടിരിക്കുന്നുള്ളതിന് അർത്ഥത്തിലാണ്. യു ഓട്ട് ടു റെസ്പെക്ട് ആൻഡ് ഒബേ യുവർ ടീച്ചേഴ്സ്. നീ ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യും, ഒബേ ചെയ്യാനും അതായത് അനുസരിക്കാനും കടമപ്പെട്ടിട്ടുണ്ട്. നോക്കൂ. അപ്പോൾ എന്ത് പറഞ്ഞു? യെസ് മോം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ കാര്യങ്ങളൊക്കെ, അപ്പോഴേ അവർക്ക് അറിയുള്ളൂ. മോർ ഓവർ യു ഓട്ട് ടു റെസ്പെക്ട് ആൻഡ് ഒബേ യുവർ എൽഡേഴ്സ്. കൂടാതെ നീ ആരെയും എൽഡേഴ്സിനെയും റെസ്പെക്റ്റ് ചെയ്യാനും അനുസരിക്കാനും കടമപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം യെസ് മോ. അപ്പം ഇന്നത്തെ ക്ലാസ്സിന് ഇത്രയേ ഉള്ളൂ. ഇനി എന്നും പറയും പോലെ തന്നെ പ്രാക്ടീസ് റെഗുലർലി. ഞാൻ പറഞ്ഞത് കേട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പഠിക്കില്ല. നല്ലോണം സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം പഠിക്കണം. എന്നും പ്രാക്ടീസ് ചെയ്യണം, എന്നും കേൾക്കണം. എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷിൽ കേൾക്കണം, കേട്ടിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യണം. റെഗുലറായിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ശരിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. താങ്ക് യു വെരി മച്ച്.